സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത പ്രതിസന്ധിയിലെന്ന് അമിക്കസ് ക്യൂറി. 399 സഹകരണ സംഘങ്ങളിൽ ക്രമക്കേട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. രാഷ്ട്രീയവൽക്കരണവും മേൽനോട്ടം ഇല്ലായ്മയും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും കാരണമായെന്നും ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുണ്ട്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, സഹകരണ മേഖലയെ പിടിച്ചുലയ്ക്കുന്ന കണ്ടെത്തലുകളാണല്ലോ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിലുള്ളത്, അല്ലേ? വിജയകുമാർ, നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ളതാണ് ഈ കരുവന്നൂർ കേസ്, കണ്ടല കേസ്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സഹകരണ ബാങ്കുകളിൽ, സഹകരണ സംഘങ്ങളിൽ ഇത്തരത്തിൽ ക്രമക്കേട് നടന്നത്. പത്തനംതിട്ടയിലെ ഒരു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുന്നത്. ശേഷം കോടതി പറഞ്ഞത് ഈ സംസ്ഥാനത്തൊട്ടാകെയുള്ള ഇത്തരം ക്രമക്കേടുകളെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞു. ഇപ്പോൾ ആ റിപ്പോർട്ട് വെച്ചിരിക്കുന്നു. സഹകരണ മേഖലയുടെ വിശ്വാസ്യത പ്രതിസന്ധിയിലാണെന്നാണ് ഇതിൽ പറയുന്നത്. ജയകുമാർ, ഈ പറയുന്ന ഓരോ വാക്കുകളും അത് സംസ്ഥാനത്തെ സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വരുന്ന വാർത്തകളിൽ ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത കൂടിയാണിത്. സഹകരണ മേഖല രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. രാഷ്ട്രീയവൽക്കരണവും മേൽനോട്ടമില്ലായ്മയും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും കാരണമായി. സഹകരണ സംഘങ്ങൾക്ക് സുതാര്യത നഷ്ടപ്പെട്ടു. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി വായ്പകൾ നൽകിയതിലടക്കം ക്രമക്കേട് കാരണമായി മാറിയിട്ടുണ്ട്. സംസ്ഥാന സഹകരണ മേഖലയെക്കുറിച്ച് കണ്ടെത്തിയ പഠന റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തൽ. സംസ്ഥാനത്തെ 399 സഹകരണ സംഘങ്ങളിൽ ക്രമക്കേടെന്നാണ് കണ്ടെത്തലായി പറഞ്ഞിട്ടുള്ളത്. കൃത്യമായ ഓഡിറ്റ് നടക്കുന്ന പക്ഷം കൂടുതൽ സഹകരണ സംഘങ്ങൾ പട്ടികയിൽ വരുമെന്നും അമിക്കസ് ക്യൂറി പറയുന്നു. ഇത് നെഗറ്റീവായും പോസിറ്റീവായും ഒക്കെ തന്നെ വേണമെങ്കിൽ വിലയിരുത്താം. കാരണം ചിലയധികം വളരെ കൂടുതൽ സഹകരണ സംഘങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നവയുണ്ട്. അതല്ലാത്തതിന്റെ പട്ടികയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇത് ഒരിക്കലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലതല്ല എന്നുള്ളത് തീർച്ചയായും പറയാം. ഞെട്ടിക്കുന്ന വാർത്തയാണ്, ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ്. 399 സഹകരണ സംഘങ്ങളിൽ ക്രമക്കേടുണ്ട് എന്നാണ് അമിക്കസ് ക്യൂറി കണ്ടെത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ഹൈക്കോടതി പരിശോധിച്ച് തുടർ നടപടികൾ, കൂടുതൽ അന്വേഷണം, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോടതിയും അതിൽ ചില ഉത്തരവുകൾ നൽകാൻ സാധ്യതയുണ്ട്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.